എല്ലാവരും ഇടയ്ക്ക് വിട്ടുപോയി കേട്ടോ. ഇവരെന്നെ അങ്ങോട്ട് നോക്കി സെൽഫി എടുത്തോ. എന്റെ മോന്ത പോലെ ഇരുന്നോ. ഓക്കെ റെഡി. കണ്ട അതാ ആഷ്മി നല്ല ഉഗ്രം പടങ്ങളാണ് എടുക്കുന്നത്. ചാച്ചിയുടെ ഫോട്ടോഗ്രാഫി കണ്ട. ഓക്കെ റെഡി. അപ്പൊ എവിടാ വീട് എവിടാ? എന്താ പേര്? സാറിനെ കാണാൻ ഒരുപാട് നാളുകൊണ്ട് ആണോ? സത്യം എന്നെ കാണാനായിട്ട് ദൂരെ നിന്ന് ഒരു പടം എടുത്തേ. ഇപ്പൊ ലൈവ് പോയി കേട്ടോ. യുവമാര് ഈ പിള്ളേര് നിങ്ങള് സ്കൂട്ടി എടുത്ത് ഇവിടെ കൊണ്ടിട്ട് ആക്കി തന്നാണ് ഇപ്പൊ മോൻ പോയി. സ്കൂട്ടിയൊക്കെ എവിടെ കൊണ്ട് വെക്കുമ്പോ സൂക്ഷിക്കണം, അല്ല അടിച്ചിട്ട് പോകും കേട്ടോ. ഓക്കെ റെഡി. അപ്പൊ ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള എന്താ പേര്? എന്റെ പേര് ഉഷ. ഉഷ ഇതൊക്കെ കേട്ടല്ലോ. ഉഷ നമ്മുടെ എവിടെ എങ്ങോട്ട് പോകുമ്പോ അല്ല എന്റെ മോള് ഇതില് മോള് ഇതിലുണ്ടല്ലേ? അപ്പൊ മോളെയൊക്കെ നമുക്ക് നോക്കിക്കോണം അല്ലേ? നമുക്ക് അതേ പറയാം. എന്താ പേര്? അഞ്ജലി. മോള് ഇതിലുണ്ടോ? ഓക്കെ. സരിത. അതിന്റെ ഇടയ്ക്ക് പടം എടുത്തോ. ഓണത്തിനിടെ പുട്ട് വെച്ചോടെന്ന് പറയുന്നത്. സരിത ഈ പേര് ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ കുഴപ്പമില്ലല്ലോ. രാത്രിയിലൊക്കെ വിളിച്ചിട്ട് ഞാൻ സരിത സംസാരിക്കുന്നത് അങ്ങനത്തെ ഫോൺ വെക്കോ? ഇല്ല അല്ലേ? അല്ല രണ്ടുമൂന്ന് സരിതമാരെ എന്നോട് പറഞ്ഞു വലിയ പാടാ ജീവിക്കാന്ന് പറഞ്ഞു. ആരും പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ട് ഞാൻ സരിതയാണ് പിന്നെ വിളിക്കുന്നു. അങ്ങനെ പ്രശ്നമില്ലല്ലോ. നല്ല പേരാണ്, നല്ല പേര്. അതല്ല ഒറിജിനൽ സരിതയും നല്ല ആളാണ്. ഓക്കെ ആണല്ലോ. ആഷ്മി സോഷ്യോ അല്ലെ സൈക്കോ സോഷ്യൽ മയക്കുമരുന്നിന്റെ നമ്മളോട് അപ്ഡേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങൾ? മയക്കുമരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അത് കഴിക്കുന്ന മൂലം ബ്രീഫായിട്ട് പറഞ്ഞാൽ നമുക്ക് വളരെ സൗകര്യം. അഡിക്ഷൻ പ്ലസ് സൈക്കാട്രിയിലേക്കൂടെ പോകുന്നുണ്ട്. അപ്പൊ അഡിക്ഷൻ മാത്രമല്ല അതിന്റെ കൂടെ സൈക്കാട്രി കൂടി വരുന്നുണ്ട്. അപ്പൊ അതിന് രണ്ടിനൂടെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം വരുന്ന ഒരു 80%. ചെറിയ ആദ്യം നമ്മൾ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇതിന്. പിന്നെ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഇവരെ ഒബ്സർവ് റൂഫോസ് ജോൺ മൈൻഡ് റിവൈവൽ സൈക്കോ സോഷ്യൽ റിഹാബിലിറ്റേഷൻ. നമ്മുടെ കൂടെ വരുന്നോ കാസർഗോഡ് വരെ? തീർച്ചയായിട്ടും വരുന്നതിന് കുഴപ്പമില്ല. സന്തോഷം. മൈൻഡ് റിവൈവൽ സൈക്കോ സോഷ്യൽ സെന്റർ കല്ലമ്പലം, അതാണ് അവർ. നമ്മളോട് 30 ദിവസം യാത്ര ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും. അതെ. താങ്കൾ ഇതുവരെ ഒന്ന് കാര്യമായിട്ട് ഇറങ്ങണം. തീർച്ചയായിട്ടും. കാര്യം എനിക്കൊന്ന് ഈ മനസ്സിലാണ് അവയർനെസ്സിന് പോകുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട് ക്ലാസ്സിൽ. തീർച്ചയായിട്ടും. ആൾക്കാരൊക്കെ കണ്ടു വിശ്വാസം. തീർച്ചയായിട്ടും. അങ്ങയുടെ വിശ്വാസം എന്റെ ജീവിതം, എന്റെ അഭിമാനം, എന്റെ കേരളം.